എന്നിട്ടാലും ഒരു പ്രൊജക്റ്റ് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അങ്ങ് താഴേക്ക് പോകുന്ന അതിനൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു വളരെ വലിയ ചേഞ്ചാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തത്. കാരണം ഐ ഡോണ്ട് നോ ഹൗ ടു സേ ഇറ്റ്. ലൈക്ക് ഐ എം റിയലി ഹാപ്പി. ലൈക്ക് സോ മച്ച് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ആ പെയിൻ അതൊക്കെ മാറിയതുപോലത്തെ ഒരു ഫീലുണ്ട്. ഒരു റിലീഫ് കിട്ടിയതുപോലത്തെ ഒരു ഫീൽ, ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. കാരണം നേരത്തെ ഈവൻ എൻ്റെ ബ്രാസ് സ്ട്രാപ്സ് ഒക്കെ കൊണ്ടിട്ട് ഈ സൈഡിൽ ഇങ്ങനെ മുറിഞ്ഞിട്ട് വരെ ഉണ്ടായിരുന്നു, 2 ഷോൾഡേഴ്സ് അവിടെ. അതൊക്കെ മാറി. ഇപ്പം ഐ വാസ് ലൈക്ക് I'm so happy now. Like I have no words to say that. Like it's a big change actually. കാരണം ഇവൻ ബാക്കിയുള്ള പാർട്സ് എല്ലാം കറക്റ്റ് ആവുമെങ്കിലും ഒരിക്കലും ചെസ്റ്റ് സൈസ് ഒരിക്കലും കറക്റ്റ് ആവില്ല. അപ്പോൾ ഇവൻ ഞാൻ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ എനിക്ക് ലാർജ് സൈസ് ഡ്രസ് എടുക്കണം എപ്പോഴും. ആൻഡ് ഇറ്റ് വിൽ നെവർ ലുക്ക് ഗുഡ് ഓൺ മീ because of the breast. And I will always complain it to my mom like, oh my god, I can't choose any clothes. Like I have never worn a dress with my, എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇതുവരെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരിക്കലും ചെയ്യില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണെങ്കിൽ അത് ചെസ്റ്റ് സൈസ് വരുമ്പോഴേക്കും അവിടെ പ്രശ്നമായിരിക്കും, ഒരിക്കലും കയറില്ല. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ചെയ്തപ്പോൾ ലൈക്ക് എവറിത്തിങ് സ്യൂട്ട്സ് മീ. സോ ലൈക്ക് അതൊരു വലിയൊരു ചേഞ്ച് ആയിരുന്നു. ലൈക്ക് I don't know, like it's Did so you do a lot of shopping after this? Oh yeah, a lot. Like I felt like I have to get everything because everything was good for me. Like, and now I feel like it was the best decision of my life because എനിക്കറിയത്തില്ല, ഭയങ്കര ചേഞ്ച് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കര ഒരു റിലീഫ് കിട്ടിയതുപോലത്തെ ഒരു ഫീലിങ്സ്. ഇപ്പം ഏത് ഡ്രസ് ഇട്ടാലും ഒരു ഭംഗിയുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. സോ I'm really thankful to doctor for this. Hi, my name is Rachel. എനിക്കിപ്പോൾ 23 വയസ്സാണ്. ഞാൻ ആക്ച്വലി ബ്രസ്റ്റ് റിഡക്ഷനെ പറ്റി ഇങ്ങനെ കുറേ നാളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഐ വാസ് റിയലി കൺഫ്യൂസ്ഡ് ബിക്കോസ് I was not sure. I don't know anyone who have done this one, but I have seen some videos from Dr. Anand, and I was just thinking whether I should do it or not because എനിക്ക് ഒത്തിരി നാളായിട്ട് ബാക്ക് പെയിനും ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് റിയലി എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ബട്ട് ദെൻ ഐ സോ എ വീഡിയോ ആൻഡ് ഐ റിയലൈസ് ലൈക്ക് മേ ബി ദാറ്റ്സ് because of my breast, because it was too heavy for me to handle. Because എനിക്കെപ്പോഴും ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാരണം എന്ത് ഡ്രസ്സ് ഇട്ടാലും കൊള്ളത്തില്ല, ഒരിക്കലും കറക്റ്റായിട്ടുള്ളൊരു ഡ്രസ്സ് കിട്ടത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. മമ്മിയോട് എപ്പോഴും പറയായിരുന്നു അങ്ങനെ. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു സർജറി ഒക്കെ ചെയ്യാന്ന് പറയുമ്പോഴേക്കും ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ദേ വെയർ അഫ്രൈഡ് എന്തെങ്കിലും പറ്റുമോ, ഇങ്ങനെ ആർക്കും കേട്ടിട്ടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ഇഷ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞാനൊരു ഡോക്ടറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴേക്കും